ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. ഇത് ഞാൻ ഒരു ദിവസം കാലത്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ ഉണ്ണിയപ്പ പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞങ്ങൾ കുണ്ടപ്പ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും രാത്രിയാവും. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, കാറിലല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചീസ് ഉണ്ടാക്കിയിട്ട് വെക്കാം, വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ സാൻഡ്വിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ചീസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഈനോ ഇട്ടിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലിനൊന്ന് പിരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ പിരിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വിനീഗറായി എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളയിൽ പനീർ ഉണ്ടാക്കുന്നതല്ല, ഞാൻ ചീസാണ് ഉണ്ടാക്കുന്നത് ആദ്യം. അപ്പോൾ അതിലോട്ട് പാൽ തിളക്കാൻ പാടില്ല. ജസ്റ്റ് കൈവെള്ളം ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ നമുക്ക് ചൂട് ഇനി താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ലേ, ആ സമയം വരെ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് വിനീഗർ ഒഴിച്ചിട്ട് ഇങ്ങനെ പാൽ പിരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് കുറേ സമയം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വേയില്ലേ, ആ വേവ് ഒന്ന് എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് വെള്ളം, ഒരു നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നീറ്റാക്കി എടുക്കണം. എന്നാൽ ആ വിനീഗറിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ഇല്ലേ അത് മാറി കിട്ടുള്ളൂ. എന്നാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ ഇല്ലേ മൊത്തത്തിൽ അങ്ങ് ഊറ്റിയെടുക്കാൻ പാടില്ല. കാരണം കുറച്ച് ചീസൊക്കെ വെള്ളമായി ക്രീമി പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു വെള്ളം ആ വേവ് അതിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് ഞാൻ 2 തരം ആക്കിയിട്ട് അത് നീറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നീറ്റാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സി പാത്രം എടുക്കാം. എല്ലാം പെട്ടെന്ന് ഒരുക്കിയെടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് പോകണം. ഇപ്പോഴാണെങ്കിൽ വോയിസ് കൊടുക്കാൻ എനിക്ക് വോയിസ് പോലും കറക്റ്റായിട്ട് ഇല്ല. അങ്ങനെ ഇത് എല്ലാം ഞാൻ അരിപ്പയിൽ നിന്ന് കോരിയെടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈനോ വാട്ടർ റെഡിയാക്കി വെച്ചിട്ടില്ല, ആ ഈനോ വാട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ പ്രോസസ്ഡ് ചീസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തത്. 1 ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ആക്കുന്നുണ്ട്, അല്ലാന്നെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ആക്കാം. പിന്നെ അതിൽ കളറൊക്കെ ലൈറ്റ് യെല്ലോയിഷ് അല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ക്രീമിന്ന് പറഞ്ഞത് ഇത്രയും ലൂസാണ്, ഇങ്ങനെ നമുക്ക് ഒരു വലിഞ്ഞ പരിവായിട്ടൊന്ന് കിട്ടണം. എന്നിട്ട് ഇതിപ്പോൾ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു 3-4 മണിക്കൂറോളം കട്ടിയാവാണ് വെച്ച് കൊടുക്കണം. പക്ഷെ ഇപ്പം ഞാൻ 3-4 മണിക്കൂറല്ല, ഒരു ദിവസം മൊത്തം അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയാണെങ്കിൽ വന്നിട്ട് ഒന്നും ഉണ്ടാക്കാനും പറ്റിയില്ല. നമ്മളവിടെ പുറത്ത് പോയിട്ട് അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് കഴിച്ചത് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ ഈ സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പ്രോസസ്ഡ് ചീസല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ടിക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാൻ, അടിഭാഗത്തൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീസ് ആക്കിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ബോക്സിൽ, നല്ലൊരു എയർ പോവാത്ത എയർ ടൈറ്റ് ബോക്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ ഏകദേശം എങ്കിലും വെച്ച് കൊടുക്കണം. പക്ഷേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചപ്പോൾ കുട്ടികൾ എന്തായാലും ഇങ്ങനെ വിരൽ കൊടുക്കുന്നത് എന്തായാലും എടുത്ത് നാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യുക. തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ എല്ലാ പണികളും ചെയ്യുന്നതല്ല, എൻ്റെ കൂടെ കുട്ടികളും ഉണ്ടാവും. പിന്നെ കുറച്ച് പനീർ ഉണ്ടാക്കിയിട്ട് വെക്കണം. വന്നിട്ട് അതിന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഒരു ദിവസം മുന്നത്തെ എൻ്റെ ലെഫ്റ്റ് ഓവർ ചോറുണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ ചോറും. അപ്പോൾ അതിൽ പനീറും കൂടി ആഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പനീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആക്കിയിട്ട് ചെയ്യുന്നതല്ല. പിന്നെ പനീർ, ചീസ്, ക്രീം ചീസ്, പ്രോസസ്ഡ് ചീസ് ഇതൊക്കെ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. മൊസറല്ല ചീസ് മാത്രം എന്നെക്കൊണ്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. ഇൻഷാ അല്ലാ അതും ട്രൈ ആക്കിയിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സിൽ പോയിട്ട് ഞങ്ങൾ എത്തിയതിൻ്റെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ അതൊന്നും എടുക്കണം, ഇതും എടുക്കണം എല്ലാം തോന്നാറുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച ഷോപ്പിങ്ങിലോട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. ഇതൊന്നും എടുത്തിട്ടില്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ പിന്നെ മീലാദും വരാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് കുട്ടികൾക്ക് മാത്രമായിട്ടൊന്ന് ഷോപ്പിംഗാണ് ചെയ്യുന്നത്.
പിന്നെ ഇത് അവരിങ്ങനെ എക്സിലേറ്ററിലൊക്കെ നല്ല കളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയാൽ അവർക്കാണെങ്കിൽ ഇതിൽ മാത്രമേ കളിക്കാൻ നേരമുള്ളൂ. ഞാൻ പിന്നെയും പോവാം മുന്നോട്ട്, നിങ്ങൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഇവിടെ ഞാൻ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെന്ന് തോന്നിയത് കാരണം നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കയ്യിലോട്ട് എക്സ്ട്രാ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഓരോ ദിവസം നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് കയ്യിലോട്ട് ഗ്ലൗസ് പോലും ഇടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ടുള്ള സ്ലീവൊക്കെയുള്ള അങ്ങനത്തെ ഫുൾ ടോപ്സ് ഗൗൺസൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം എടുക്കാം. ഇപ്പോൾ പക്ഷേ ഞാൻ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് പർച്ചേസ് ആക്കാൻ വന്നത്. ഞാൻ ഒരുപാട് നോക്കി എടുത്തിട്ട് ഞാനിത് ഇത്രയും ഷോപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഇത്രയും ഷോപ്പിങ്ങിന് ഒരുപാട് എടുത്തിട്ടുണ്ട്. എന്നാലും കുട്ടികൾക്ക് എടുക്കേണ്ടത് എടുക്കണത്രയല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാവേ നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ 3 പേർക്കും എടുത്തതാണ്. 2 പെൺകുട്ടികളും എൻ്റെ കുട്ടപ്പനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇത് എൻ്റെ ചെറിയ മോൾക്കാണ്. 2 എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് കൊറിയനും ഒന്ന് ചൈനീസാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും കൊറിയൻ മോഡൽസ് അല്ലേ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനത്തെ ഗൗൺസ് അങ്ങനത്തെ വലിയതൊന്നും എടുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല. എന്തായാലും കൊറിയൻസ് ഒക്കെ ഇടുന്ന അതുപോലത്തെ ഡ്രസ്സാണ് എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കളക്ഷൻ ആണെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കായിട്ട് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഫാൻസി വെയർ ചെരുപ്പാണ്. ഇത് വെള്ളത്തിലൊന്നും തൊടാൻ പറ്റില്ല, എന്നാലും കാണാനൊരു ലുക്കാണ്, ഭംഗിയാണ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ചെരുപ്പുകളാണ്. ഇതങ്ങനെ ഒരുപാട് സമയം ഇടാനും പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെടുന്നതിൽ എല്ലാ തവണ ഞാൻ എടുത്തു കൊടുക്കാറില്ല. എന്തായാലും അധികം ഇടാൽ ഇപ്പോൾ സ്കൂൾ ചെരുപ്പ് അങ്ങനെയാണ്. പിന്നെ ഇത് മൂത്ത ആൾക്കാണ് കേട്ടോ, വലിയ വെള്ളമാണ്. ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അവൾക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഗ്രാൻഡായിട്ട് കാണും. സിമ്പിളും വേണം ഗ്രാൻഡും വേണം, അങ്ങനെയാണ്. അപ്പോൾ ഇത് കുറച്ച് കയ്യിലും ടോപ്പിലും കുറച്ച് മാത്രം ഹാൻഡ് വർക്കിംഗ് ഉള്ള ടോപ്സും പിന്നെ ലൈനിങ് ഷോളാണ് എടുത്തത്. നല്ല ഗോൾഡൻ കളറിലുള്ള ഷോളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നെക്കിലും പിന്നെ പാൻറ്റിൻ്റെ അറ്റത്തും അങ്ങനെ കുറച്ച് മാത്രം ഡിസൈൻസ് ഉള്ള വർക്കുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിനിടുന്ന ഓർണമെൻറ്റ്സ് ഇങ്ങനെയാണ്, സിമ്പിളായിട്ട് ഒരു മോതിരം, ഒരു ചെറുതായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റും, പിന്നെ ഇത് ഹാങ്ങിങ് ആണ് കേട്ടോ. പിന്നെ വാച്ചാണ് മറ്റേ കൈക്ക് കെട്ടാൻ പോകുന്നത് ആൾ. ഇത്രയാണ് ആളിടാൻ പോകുന്നത്. അങ്ങനെ പിന്നെ ചെരുപ്പ് കണ്ടപ്പാട് പിന്നെ അവളെ കാലും വലുതാണ് കേട്ടോ. അപ്പോൾ എല്ലാ തവണ അവൾക്ക് കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അങ്ങനെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മോനാണ് കേട്ടോ, അവന് മീലാതിക്കിടാൻ എന്തായാലും വൈറ്റ് വേണം. പിന്നെ ഒരു ബ്ലാക്ക് ഫുൾ ലീവ്സുള്ള ഒരു ബനിയാനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ 3 പേർക്കും എടുത്തിട്ടുള്ളത്. ഇത് അവന് മീലാതിക്കിടാനുള്ള ഡ്രസ്സായിരുന്നു. മറ്റേത് ഞാനിങ്ങനെ എടുത്തതാണ്, കാണുമ്പോൾ ഇഷ്ടം തോന്നിയതാണ്, അതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മൾ രാത്രിക്ക് ഒന്നും ഉണ്ടാക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർഡർ ചെയ്തു. കാരണം സൗണ്ടും പോയി, ഒരുപാട് അങ്ങോട്ട് ടയർഡായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബസ്സിലല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ടയർഡായിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർഡർ തന്നെ ആക്കി കൊടുത്തു. അങ്ങനെ ഞാൻ പൊറോട്ട അൽഫാമാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങോട്ട് കഴിക്കുക. പിന്നെ ഇതിൽ കറിയും വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് മയണൈസും വന്നിട്ടുണ്ട്. പിന്നെ ഈ രാത്രിക്കായതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പോൾ 4 പേർക്ക് മതിയാവുന്നത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിക്കുക, എന്നിട്ട് കുളിക്കുക, നിസ്കരിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുക. കാലത്ത് എണീക്കുമ്പോഴാണെങ്കിൽ സൗണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാൽ വോയിസ് ഓവർ കൊടുക്കാതിരിക്കാനും പറ്റിയില്ല, എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ എൻ്റെ മൊബൈലിൽ അങ്ങനെ സ്റ്റോറാക്കിയിട്ട് വെക്കാനും പറ്റിയില്ല. പിന്നെ എന്താ ചെയ്തൊക്കെ അപ്ലോഡാക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോത്തിലേക്ക് വേണ്ടിയിട്ട് എനിക്കിതെല്ലാം ഡിലീറ്റും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ ചീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാലത്തെ എടുത്തത്. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാനിങ്ങനെ പുറത്താണ് കേട്ടോ, എൻ്റെ ബാൽക്കണിയിലാണ് ഞാനിങ്ങനെ പാത്രം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടാണ് ആവശ്യമുള്ളത് എടുത്തിട്ട് കഴുകി, അങ്ങനെയാണ് എപ്പോഴും എൻ്റെ പതിവ്. പിന്നെ ഫ്ലാറ്റ് ചെയ്ത് അതൊരു ഡിഫറെൻറ്റ് വേയിലാണ് നമ്മുടെ എല്ലാവരും പോകാറുള്ളത്. അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകാതെ ഒന്നും യൂസാക്കാൻ പറ്റില്ല. എന്തായാലും ഞാനിങ്ങനെ ബാൽക്കണിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും പൊടികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി കഴുകാറുണ്ട്. എന്നിട്ട് ഇത് ലെഫ്റ്റ് ഓവർ ചോറാണ് കേട്ടോ, ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പനീറാണ് ആഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പനീറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഇതൊരു 150 ഗ്രാം ഏരിയ ഉണ്ടാവും. എന്തായാലും കുറയാൻ സാധ്യതയില്ല, കുറച്ച് കൂടിയിട്ടേ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഈ അന്നത്തെ നാളാണെങ്കിൽ സ്കൂളും ലീവായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ കാലത്ത് തന്നെ സ്കൂളിലേക്ക് ടിഫിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് കൊടുത്തത്. ഒരു ദിവസം മുന്നേ ആണെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം ലീവാണെന്ന മെസ്സേജ് വന്നത്. അപ്പോഴത്തേക്കും എനിക്കിതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒരു ദിവസം മുന്നത്തെ ഞാൻ കുണ്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ, ഉണ്ണിയപ്പ പാത്രത്തിൽ. അതിൻ്റെ ബാക്കി വന്ന മാവും കൂടിയുണ്ട്. അപ്പോൾ അതും ഇതുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോയത്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പാടെ മെസ്സേജ് വന്ന് ഇന്ന് മഴ കാരണം സ്കൂളിലേക്ക് ലീവാണെന്ന്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ അപ്പം കുറച്ചാക്കി. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഈ അപ്പം കഴിക്കണമെന്നിട്ട് ഫ്രൈഡ് റൈസ് ആയ അവർക്ക് ആൾ തന്നെ ഫ്രൈഡ് റൈസും കഴിക്കും. അപ്പം ഞാൻ അങ്ങനെ കുറച്ചാക്കിയിട്ട് ഇതന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഈ പനീറിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചില്ലി സോസും കൂടി ആഡ് ആക്കുന്നുണ്ട്. കാരണം ഇതൊരു ദിവസം മുന്നത്തേതല്ലേ, അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒരു ലൂസ് ടേസ്റ്റ് ആക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ വിചാരം. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ലെഫ്റ്റ് ഓവർ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് എന്തെങ്കിലും സോസ് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നീറ്റാക്കി എന്നിട്ട് എല്ലാം റെഡിയായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോസസ്ഡ് ചീസില്ലേ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാം, എന്നിട്ട് വൈൻഡപ്പ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു രാത്രിയാണ് ഞാൻ എടുത്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നിട്ട്. അങ്ങനെയാണിപ്പോൾ ഈ ഷേപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. ഇനിയിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഇത് മൊത്തത്തിൽ അങ്ങ് വന്നോളും. കാരണം ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇളകി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇളക്കാണ്. നല്ല രസമായിട്ടോ. ഇത് കഴിക്കുന്നതിനേക്കാളും കയ്യിലിങ്ങനെ പിടിക്കാനും ഈ പാത്രത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പ്രോസസ്ഡ് ചീസ് അടിപൊളിയായിട്ടുണ്ടോ. ഇനി ഇതിൻ്റെ മെൽറ്റിങ് പ്രോസസ്സ് മാത്രമേ കാണിക്കാൻ ബാക്കിയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ ബ്രെഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണിക്കാനും പറ്റിയില്ല. അങ്ങനെ ഞാനിതൊക്കെ പീസാക്കിയിട്ടില്ലേ ഇതേ ബോക്സിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പോവാം. ഇനിയിപ്പോൾ ബ്രെഡ് ഒക്കെ വന്നിട്ട് വേണം എനിക്കത് ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ. അപ്പോൾ മറക്കല്ലേ, നെക്സ്റ്റ് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ രീതിയിൽ ഒരുപാട് സിമ്പിൾ വേയിൽ ഞാൻ ഉണ്ടാക്കുന്ന ചീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിത് പാത്രത്തിൽ നിന്ന് വെച്ച് കൊടുക്കുന്നില്ല. കാരണം എൻ്റെ 2 കയ്യിലും ഇപ്പോൾ ഞാൻ ഈ ചീസ് കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കൈ കഴുകണം, പാത്രത്തിൽ വെക്കണം, പാത്രത്തിൽ നിന്ന് എടുക്കണം, ആ ഒരു ജോലി എന്തിനാ. അങ്ങനെ കൈ കൊണ്ട് തന്നെ കത്തിയിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പ്രസ്സാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ മുറിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് പ്രസ്സാക്കുമ്പോൾ തന്നെ ചീസ് കട്ടായിക്കോളും. അപ്പോൾ ഇത് കാണുന്നുണ്ടോ, അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിൽ അതിനേക്കാളും ടേസ്റ്റിലാണ് ഉള്ളത്. നിങ്ങൾ പ്രോസസ്ഡ് ചീസ് പുറത്തുനിന്ന് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിലാക്കുന്നതും നമുക്ക് ഷോപ്പിൽ കിട്ടുന്നതും, ഷോപ്പിലാണെങ്കിൽ ഒരുപാട് അവർ എന്തൊക്കെയോ അതിന് ചേർത്തിട്ട് അതങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറേ സമയം അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ വെച്ച് കൊടുക്കാനും പോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ കാലിയാക്കുമല്ലോ. അങ്ങനെ 1 മാസമൊന്നും നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാ ആഡ് ആക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും വീട്ടിൽ തന്നെ ചീസൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. ഇനിയിപ്പോൾ മൊസറല്ല ചീസും കൂടി ഉണ്ടാക്കാൻ എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വരുന്നില്ല. ഇൻഷാല്ല അതും കൂടി ട്രൈ ആക്കിയിട്ട് അതും കൂടി ഉണ്ടാക്കണമെന്നുണ്ട്. ബാക്കി എല്ലാ ചീസും ഞാൻ വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ആക്കുന്നത്. ഈവൻ ഞാൻ പനീർ പോലും ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പനീറാണെങ്കിൽ എനിക്ക് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പനീറാണ്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾ നോക്കൂ, ഇത് എത്ര ഷൈനിങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് അങ്ങോട്ട് പോയി സംസാരിക്കാനും പറ്റുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ എങ്കിലും ഇതൊക്കെ കുറവായിട്ട് നോർമൽ സൗണ്ടൊക്കെ വന്നാൽ മതിയായിരുന്നുണ്ട്. ഇൻഷാല്ലാ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.